വീക്കെൻഡിൽ പല പല കാര്യങ്ങളും ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. ചോദിക്കണം എന്ന് കരുതിയിട്ടുള്ള സാധനങ്ങൾ അനീഷിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് എല്ലാവരുടെ അടുത്തും ഒപ്പീനിയൻ ചോദിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പരാതി ലെവലിൽ അങ്ങ് തിരിഞ്ഞു പോയി. അനീഷിനെ ഫുൾ സപ്പോർട്ട് ചെയ്യും പോലെയാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എനിക്ക് അനീഷിന്റെ അടുത്ത് ദേഷ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ കമന്റ് ബോക്സ് കണ്ടു. എനിക്ക് സത്യം പറയാനില്ല, ഈ സീസണിലെ നല്ല ഒരു സീസണിലെ ആയാലും ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റുകളോ അങ്ങനെ ഉണ്ടായിട്ടില്ല. സീസൺ 5 ഞാൻ അങ്ങനെ വന്നിട്ട് അബദ്ധവശാൽ ഒരു കണ്ടസ്റ്റന്റ് ഇഷ്ടപ്പെട്ട് പോയി, അത് പറഞ്ഞു പോയി. അതല്ലാതെ എനിക്ക് ഒരു കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും ഒരു ഫേവർ കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് ആരും ഈ സീസണിൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട് കൂടിയില്ല. ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ റിവ്യൂവിനെ തന്നെയായിരിക്കും അത് ബാധിക്കുന്നത്. അപ്പോൾ അനീഷിന്റെ ഒരു കാര്യങ്ങളും ലാലേട്ടൻ ഫുൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് മാത്രമാണോ തോന്നിയത്? അനീഷ് കളിക്കുന്ന ഗെയിം നല്ലതോ മോശമോ ഇറിറ്റേറ്റിങ്ങോ അല്ലെങ്കിൽ സപ്പോർട്ടിങ്ങോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് തോന്നി? അനീഷിനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ലാലേട്ടൻ എന്ന് വഴക്ക് പറഞ്ഞു? പിന്നെ ഇതൊന്നുമല്ല വിറ്റ്, എപ്പിസോഡിലും ലൈവിലും ഒന്നും ഇല്ലാത്ത വിഷയമാണ് ആദില നൂറ വിഷയം. ഇതൊക്കെ ടി വിയിൽ കാണിച്ചപ്പോൾ ഞാൻ ആലോചിക്കണം, എൻ്റെ ദൈവമേ എന്ത് പരാജയമാണിത്. കാരണം ലൈവിലും ഇല്ല എപ്പിസോഡിലും ഇല്ലാത്ത ഒരു ടോപ്പിക്ക് വീക്കെൻഡിൽ ഡിസ്കഷന് വന്നിട്ട് അതിൻ്റെ വീഡിയോ കാണിക്കുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്ത് അവസ്ഥയാണിത്? ലൈവിലും ഇല്ല എപ്പിസോഡിലും ഇല്ല, നമ്മളിങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണോ എഡിറ്റഡ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ കൂടുതൽ ആൾക്കാർ ഉന്നയിക്കുന്നത്. നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഇതാണ് അവസ്ഥ. എന്താണെന്ന് കുറേ കാര്യങ്ങൾ ഷാനവാസിന്റെ ഈ പറയുന്ന ഡബിൾ ഗെയിം അതിനെ എക്സ്പോസ് ചെയ്യാനുള്ളതായിരുന്നു. രണ്ടിടത്ത് രണ്ടഭിപ്രായം പറയുന്ന ആ സംഭവം എക്സ്പോസ് ചെയ്തിട്ടില്ല. അനീഷിന് ഫുള്ള് സപ്പോർട്ട് പിടിക്കും പോലെ ആയിരുന്നു. അയാൾ അങ്ങനെ ചെയ്തോട്ടെ. പിന്നെ ലാലേട്ടൻ ചിരിച്ചു മറിയലായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. ഒരു മിഡ് വീക്ക് എവിക്ഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആയിട്ട് അനീഷും ആദില നൂറയും കൂടെ ആയിട്ടുള്ള നമ്മൾ ആരും കാണാത്ത ഒരു ഭാഗം, ആ കേസാണെന്ന് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ആദിലയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടുണ്ട് ആ സാധനം. അത് ഒന്നും തീരുന്നില്ല, വീണ്ടും എപ്പിസോഡിൽ ആ സാധനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ രഞ്ജിത്തിന്റെ എവിക്ഷൻ, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ രഞ്ജിത്ത് ഭയങ്കര ഷോക്കിംഗ് ആയി, വീട്ടുകാരത്തെ എല്ലായിടത്തും പിണങ്ങി, അവസാനം വന്നപ്പോൾ കുറച്ചൊന്ന് ഇമോഷണലായി. അനുവിനാണ് ഭയങ്കര വിഷമം രഞ്ജിത്ത് പോയതിൽ. ആദില നൂറയുടെ വിഷയത്തിൽ നിങ്ങൾ എപ്പിസോഡ് കണ്ടെങ്കിലും മനസ്സിലാവും, അത് എടുത്ത് സംസാരിക്കുന്ന സമയത്ത് അനുമോൾക്ക് ഇങ്ങനെ അനീഷിനൊന്ന് പൊട്ടിച്ചോളാൻ വയ്യ, കലിയേറിയിരിക്കുക. ലാലേട്ടൻ ഫുൾ അനീഷ് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയത്. അനീഷും അഭിശ്രീയും കൂടെ ആയിട്ട് വീക്കെൻഡിന്റെ ഇടയിൽ ഒരു അടി നടക്കുന്നുണ്ട്. അത് ലാലേട്ടൻ വന്നിട്ട് കഴിഞ്ഞോ മോനെ അഭിശ്രീ, എന്തെങ്കിലും ഇനി നിനക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടോ എങ്കിൽ അതുകൂടെ ചെയ്യ്, ഞാൻ കണ്ടോണ്ട് നിൽക്കാം. അക്ബറും അനുവുമായിട്ടുള്ള വിഷയം അത് സോർട്ട് ഔട്ട് ചെയ്ത് വിട്ടു. അനുവിന് നെഗറ്റീവ് ആവുമെന്ന് കരുതിയത് അത് നൈസായിട്ട് അങ്ങ് പോസിറ്റീവായിട്ട് മാറി. കാരണം അനു കറക്റ്റ് ഉദ്ദേശിച്ച നോട്ടം ഏതാണെന്ന് വളരെ വ്യക്തമാക്കി കൊടുത്തു. പിന്നെ ജട്ടി കേസ്, എൻ്റെ പൊന്നെ ഇതിനി എത്ര നാൾ നീണ്ടു പോകുമെന്തോ. അനീഷ് പറയാണ് ഞാനിത് വിടൂല, നീ ഈ പേര് ആരുടേതാണെന്ന് പറഞ്ഞ് തീരുന്ന വരയ്ക്കും ഞാൻ ഈ കേസ് വിടാൻ പോകുന്നില്ല അനു മോളെ. അപ്പം ഞാനിത് പറയൂല, ഇവിടെയുള്ള 18 പേർക്ക് അറിയാം നിങ്ങളടുത്ത് ഞാനിത് ഈ കാര്യം പറയില്ല. അനുമോൾ അങ്ങനെ തന്നെ നിൽക്കുവാണ്. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഡോക്ടറിൻ്റെ കേസ് ഇവിടെ വലിച്ചിട്ടതും ഒന്ന് ചർച്ചയാക്കുന്നുണ്ട്. ബിന്നിയെക്കുറിച്ചുള്ള അവിടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പരാതിപ്പെട്ടിയാണ് മെയിൻ സംഭവം. കുറേ സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. ലാലേട്ടൻ ചിരിച്ചു മറിഞ്ഞു നിന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ വൈകിപ്പിക്കണ്ട, നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7 ഡേ 7 ഓഗസ്റ്റ് 10 വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. ഞാൻ ഇന്നലത്തെ പോലെ കഥ പറയുന്നില്ല. എപ്പിസോഡ് കണ്ടവരെ ഇത് വന്ന് കാണാവൂ, എപ്പിസോഡ് കണ്ടിട്ടേ കാണാവൂ, കാരണം ഇത് റിവ്യൂ ആണ്. ഓക്കെ, ലാലേട്ടൻ കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പരാതിപ്പെട്ടിയാണ് മെയിൻ സംഭവം. ഫസ്റ്റ് തന്നെ എവിക്ഷനിലോട്ട് പോകുന്നു. എല്ലാവരെയും പൊക്കിയിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നെവിൻ ഭയങ്കര എന്താ പറയുക കോമഡി ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവും. നെവിൻ സംസാരിക്കുന്ന കേൾക്കുമ്പം നമുക്ക് അടുത്ത ആഴ്ച വോട്ട് കുത്താൻ തോന്നുന്ന ലെവലിലാണ് നെവിൻ സംസാരിക്കുന്നത്. മീൻസ് ഞാനൊന്നും ആയിട്ടില്ല, ഞാൻ 1 വീക്കല്ലേ ആയുള്ളൂ, ഇനിയും 3 വീക്സ് എനിക്ക് വേണം, അപ്പോഴല്ലേ കൂടുതലാണ് ആൾക്കാർ അറിയാവൂ. പിന്നെ ഈ 1 വീക്സ് കൊണ്ട് കുറേ അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഇനി അറിയാനുണ്ടല്ലോ. അങ്ങനെയൊക്കെ നല്ല ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു കോമഡി ആയിട്ട് സംസാരിച്ചു. രഞ്ജിത്ത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പോവില്ല. ആര്യൻ പറയണേ എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ബിഗ് ബോസിൽ വരുന്നത്, എനിക്കറിയില്ല. ജിസേല് നന്നായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട്, ഞാൻ പോകത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം ഷൈത്തയും പറയണം ഞാൻ പോകൂല എന്ന് തോന്നുന്നു, എനിക്കിവിടെ ബഹളം ഉണ്ടാക്കാനൊന്നും എനിക്ക് വയ്യ, പക്ഷെ ഞാൻ പോകൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത് അനീഷല്ലല്ലോ അനുവും പറയണേ എനിക്ക് പോവില്ല എന്ന് തോന്നുന്നു പോവില്ല എന്ന്. ശാരിക പറയാണ് കുറെ കൂടി എന്താ പറയുക ഞാൻ ആക്റ്റീവ് ആവാനുണ്ട്,
എന്നെ നിർത്തും. അങ്ങനെ രേണു പറയുന്നു, പ്രേക്ഷകരുടെ ഇഷ്ടം, എനിക്ക് ഇന്നലെ കിട്ടിയതൊന്നും പോരല്ലോ, ഇങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെ മതിയായിരിക്കുവാണല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് രേണു നിൽക്കുന്നത്. രണ്ടായാലും സന്തോഷം. അതെന്താ മോളെ നിനക്ക് രണ്ടഭിപ്രായം, ഒന്നിൽ ഉറച്ചു നിൽക്ക്, നിർത്തും, ഗെയിം കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. ലാലേട്ടൻ പറയണം, നിങ്ങളെല്ലാവരും മര്യാദയ്ക്ക് ഈ പറഞ്ഞ പോലെ ആ ഗെയിം, നിങ്ങൾക്ക് തന്നിരുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കളിച്ച ഒരാളെ പുറത്താക്കിയിരുന്നെങ്കിൽ ഈ ആഴ്ച എവിക്ഷൻ്റെ ആവശ്യമില്ലായിരുന്നു. രഞ്ജിത്ത് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയുന്നു. കാർഡൊന്നും കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിൽ കാർഡൊന്നും കാണിക്കാതെ എൻ്റെ അടുത്തോട്ട് വരുമെന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കാം. രഞ്ജിത്ത് എൻ്റെ അടുത്തോട്ട് ഒരു ഓക്കെ ലാലേട്ടാ, അപ്പം തന്നെ ഇറങ്ങുന്നു, നേരെ സ്റ്റോർ റൂമിൻ്റെ അങ്ങോട്ട് പോവാണ്. ഇപ്പം രഞ്ജിത്തേട്ടാ നില്ല്, പറയട്ടെ. രഞ്ജിത്ത് ഒന്നും കേൾക്കുന്നില്ല. ഇനി എന്ത് പറയാനാ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു. രഞ്ജിത്ത് നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ആരെ മൈൻഡ് ആക്കാതെ നേരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ലാലേട്ടൻ തന്നെ എന്താ സംഭവം എന്നുള്ള മൈൻഡിൽ നിൽക്കുകയാണ്. അപ്പം ആരുടെ വേണ്ടി അപ്പോൾ ചേട്ടൻ എന്താ ഇങ്ങനെ എല്ലാവരും പിറകെ പോവാണ്. അപ്പോൾ ബിഗ് ബോസ് പറയാണ്, രഞ്ജിത്ത് വീട്ടുകാരെല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരിക. അപ്പോൾ ലാലേട്ടൻ രഞ്ജിത്തെ അങ്ങനെയാണ് കാണിക്കാനുള്ളതെന്ന് പറയുന്നു. രഞ്ജിത്ത് ശരി പോട്ടാ, ശരി. അപ്പോൾ അനുവൊക്കെ പറയാം, രഞ്ജിത്തേട്ടാ എല്ലായിടത്തും ഓക്കെ ഓക്കെ പോണേ എൻ്റെ കാലിലൊരു ഷൂ കിടക്കുന്നത്, ഈ ഷൂ ഞാൻ ഊരി കൊടുക്കുക, ഇല്ലെങ്കിൽ അവനിക്കതൊരു നഷ്ടമായിരിക്കും. രഞ്ജിത്ത് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു അടിയായിപ്പോൾ. കാരണം 2-3 വർഷമായിട്ട് ബിഗ് ബോസിലേക്കൊക്കെ പോകാൻ വേണ്ടി ഭയങ്കര കാത്തിരുന്ന് കഴിഞ്ഞ വർഷം രഞ്ജിത്ത് അവസാന ഘട്ടത്തിൽ വരെ എത്തിയ ഒരാളാണ്. അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് രഞ്ജിത്ത് പടിയിറങ്ങി. രഞ്ജിത്തിനെ കുറിച്ച് ഞാൻ എല്ലാ പ്രാവശ്യവും ഓരോ കണ്ടസ്റ്റൻസും പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അവർ എവിക്റ്റായി കഴിഞ്ഞതിന് ശേഷം പറയാറുണ്ട്. എനിക്ക് പേഴ്സണലി അതിനകത്ത് രഞ്ജിത്തിനെ കുറിച്ച് തോന്നിയ ഒരു സാധനം, രഞ്ജിത്ത് ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. തികച്ചും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആവാൻ കുറേ കാര്യങ്ങൾ അയാൾ മൈൻഡ്ലി തിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ കിച്ചണിനകത്ത് പെട്ടതായിരിക്കാം ഒരു പക്ഷേ കുറേ ആശയങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നല്ലൊരു മനുഷ്യനാണ്. സീരിയസ്ലി അതിനകത്ത് നമ്മൾ കാണാൻ ഭയങ്കര പോസിറ്റിവിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിത്ത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, സൂപ്പർ ആവട്ടെ. നമുക്ക് ബിഗ് ബോസ് മലയാളത്തിൽ ഇങ്ങനെ ഒരു പ്യുവർ സോളിനെ കാണാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷം. ബാക്കി പറയാം. അപ്പം എവിക്ഷൻ കഴിയുന്നു. പക്ഷേ ലാലേട്ടനോട് ഡയറക്റ്റ് സ്റ്റേജിലൊന്നും തന്നെ വരുന്നില്ല. അനു പറയണ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങി പോകുന്നു, നേരെ കയറി പോവാണ്. വാതിൽ തുറക്കുന്നതും രഞ്ജിത്ത് ഇറങ്ങി പോകുന്നു. അനു വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനുവിനൊരു വിഷമമുണ്ട്. ലാലേട്ടൻ അതിനുശേഷം വരുന്നുണ്ട് സ്ക്രീനിൽ. ഇനിയും ഇവിടെ നിന്ന് ആൾക്കാർ പോവാം എന്ന് പറയുകയാണ്. മൊത്തം എവിക്ഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ലെന്നുള്ള ലെവലിൽ പറയുന്നു. നമ്മുടെ കയ്യിലല്ല, വോട്ടിംഗ് ആണ് എന്നൊക്കെ ഉള്ള കാര്യം ഒന്ന് ന്യായീകരിക്കുകയാണ്. പിന്നീടാണ് നമ്മുടെ ശൈത്യ പറയുന്നത്, ഞാൻ ഇനി കൂടുതലായിട്ട് കളിക്കും, വഴക്കുണ്ടാക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ സേവ് ആക്കാണ്. ശൈത്യക്കായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്ലാസ് ലാലേട്ടൻ കൊടുക്കേണ്ടിയിരുന്നത്. ശൈത്യ മോളെ വളരെ മോശമാണ്, മിണ്ടാതിരിക്കുവാൻ. സത്യം പറഞ്ഞാൽ അവിടെ ശൈത്യം ഒന്നും ഒട്ടും ആക്റ്റീവ് അല്ല. ഒട്ടുമേ ആക്റ്റീവ് അല്ല. നാളെ മുതൽ എങ്കിലും ആക്റ്റീവായി കണ്ടാൽ മതിയായിരുന്നു എന്നൊരു സംഭവത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അനുവിന് എന്നിട്ടും ഭയങ്കര വിഷമമാണ്. ഇപ്പോഴും അനുവിൻ്റെ വിഷമം മാറിയിട്ടില്ല, ഒരുമാതിരി ഇരിക്കുകയാണ്. അപ്പം അടുത്ത് പിന്നെ നമ്മുടെ അനുവും ശൈത്യവും കൂടെ അതിനുശേഷം ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞു പോകുമ്പോഴത്തേക്കും എനിക്ക് എന്തിനാണ് രഞ്ജിത്തേട്ടൻ അങ്ങനെ കാണിച്ചത്, നമ്മൾ വല്ലതും ചെയ്തോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലിരിക്കുക. അപ്പോഴത്തേക്കും നെവിനും നെവിൻ കോമഡി ആയിട്ട്, നിങ്ങൾ എന്തിനാണ് ശൈത്യം ഇങ്ങനെ വിഷമിക്കുന്നത്, നിങ്ങൾ സേവ് ആയില്ലേ, നമ്മളല്ലേ ഇത് പേടിക്കാനുള്ളത് എന്നൊക്കെ പറയുന്നു. അടുത്ത് പരാതിപ്പെട്ടി സ്റ്റോർ റൂം വഴി വന്നിട്ട് 2 പെട്ടികളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് അനീഷിനെ കുറിച്ച് മാത്രമുള്ളതും പിന്നെ ഒന്ന് പൊതുപരാതികളും. അപ്പം ആദില നൂറയുടെ വിഷയമാണ് ഏറ്റവും കൂടുതൽ വീക്കെൻഡിൽ ഇന്ന് ചർച്ചയാവുന്നത്. അത് ലാലേട്ട ഇയാൾ ഒരൊറ്റ കാര്യം കേൾക്കാൻ വേണ്ടി നിൽക്കുന്നില്ല ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക്. അപ്പം അനീഷ് പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാരുമായിട്ട് ഇവിടെ മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരേ ഒരാൾ ഞാനാണ്, എൻ്റെ പേര്, ഊര്, സ്ഥലം, നാട് എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് ഇവർ പറഞ്ഞ വ്യാഖ്യാനം തെറ്റാണ്. അപ്പോൾ ആദില നൂറ പറയുന്നത്, ലാലേട്ട ഇത് മാത്രമല്ല, നമുക്ക് ഇനി ഒരു പരാതികളും ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഒരു വീഡിയോ കാണിക്കുന്നത്. ആ വീഡിയോ ആക്ച്വലി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കാൻ നേരത്ത് അനീഷ് നിങ്ങളുടെ ഫാമിലിയെ വിറപ്പിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് അവരെ കൂടെ നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടെ നിങ്ങൾ നിൽക്കണം, അവരെ കൂടെ നിങ്ങൾ അങ്ങനെ ആ സാധനമാണ് സംസാരിക്കുന്നത്, പാരൻസിൻ്റെ കേസ്. അപ്പോൾ ഇത് ആദിലയും നൂറയും കൂടെ ആ സമയത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട്. ആദില കരയുന്നുണ്ട്, ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അന്നേരം നിങ്ങൾ എന്തിനാണ് എൻ്റെ ഫാമിലിയെ പറ്റി പറയുന്നത്, എന്തിനാണ് അവരെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അനീഷ് പറയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അനീഷ് ക്യാമറ നോക്കി പോയിട്ട്, ബിഗ് ബോസെ അവരെ ഫാമിലിയെ കൂടെ ഇങ്ങോട്ട് കയറ്റിവിട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ യോജിപ്പിക്കാനാണ് ഞാൻ നോക്കുന്നത്, എങ്കിൽ ഭയങ്കര സപ്പോർട്ടായിരിക്കും, നല്ലൊരു കാര്യമായിരിക്കും എന്നൊക്കെ ബിഗ് ബോസിനോട് പറയുവാണ്. ഞാൻ ചോദിക്കട്ടെ, അനീഷിന് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ? അയാളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന അയാൾ പറഞ്ഞോട്ടെ, ഇത് അനീഷ് എടുത്തവിടെ പോയിരുന്നു കുത്തിത്തോണ്ടി കഥകൾ മൊത്തം ചോദിച്ചിട്ടിരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോട് ഒത്തുപോയിക്കൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ പോയി.
അപ്പോഴാണ് അനീഷ് പറയുന്നത്, ഞാനിവിടെ ലാലേട്ടൻ ചോദിക്കാൻ എന്താണ് അനീഷ് പറയാനുള്ളത്, ലാലേട്ടാ ഞാനിവിടെ ബെഡ് സ്പേസിൽ എന്നെ ഏറ്റവും കൂടുതൽ വന്ന് ചൊറിയുന്നത് ഈ ആദില നൂറയാണ്, റോങ് ഇന്റൻഷനിലല്ല ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, ഫാമിലി മാറ്ററിന്റെ ഇടയിൽ കയറിയിട്ട് നിങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവോഴ്സിന്റെ കേസ് കഴിഞ്ഞാണല്ലോ, പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുക. അപ്പൊ അതൊക്കെ സോർട്ട് ഔട്ട് ആക്കി തരാൻ നീ വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്, മനസ്സിലായല്ലോ? അപ്പോൾ ലാലേട്ടൻ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ ഞാൻ പല കാര്യങ്ങളും എന്നെ പറഞ്ഞാണ് എൻ്റെ റിയാക്ഷൻ വാങ്ങിക്കുന്നത്. അപ്പൊ ആദില എന്താണ് ആദില? അപ്പൊ ആദില കരയുന്നു, അതിനെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ലാലേട്ടൻ പറഞ്ഞത് ഗെയിമാണ്, അത് അയാളുടെ സ്ട്രാറ്റജി ആവില്ലേ ആദില? അപ്പൊ ആദില, ലാലേട്ടൻ നമ്മൾ ആദ്യം നമ്മുടെ വയസ്സ് കള്ളം പറയുകയാണെന്ന് ഇയാൾ പറഞ്ഞു, പിന്നെ അപ്പം അനീഷ് അവിടെ നിന്ന് പോട്ടെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റും. അപ്പം എല്ലാവരും അവളെ തൊട്ട് പോകരുത്. അപ്പം ആദില ട്രോമയാണ് ലാലേട്ടൻ, അതൊക്കെ പഴയ കാര്യങ്ങൾ, ചില നല്ല പാരൻസ് ഉണ്ടാവാം, നല്ല മക്കളുണ്ടാവാം, അപ്പോൾ കുറേ ട്രോമകളുണ്ട്. അപ്പോൾ ഇയാൾ അതിൽ തൊട്ടാണ് കളിച്ചത്. കിഡ്നാപ്പിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സിറ്റുവേഷൻസ് അറിയാതെ നമ്മളെ ജഡ്ജിമെന്റിൽ ചെയ്യാമെന്ന് ഇയാൾ, അത് ഷൂട്ട് ശരിയല്ല. അപ്പോഴത്തേക്കും അടുത്ത ആളുടെ അടുത്ത് പരാതിയിലോട്ട് പോവാണ്. അഭിശ്രീ, നിങ്ങൾ എന്ത് പരാതിയാണ് പറഞ്ഞത്? അപ്പോൾ അഭിശ്രീ പറയുന്നത്, നമ്മളെ എല്ലാവരെയും ഒരു നികൃഷ്ട ജീവിതമാണെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ അനീഷ്, സത്യസന്ധമായിട്ട് നോമിനേഷൻ ഇല്ലെന്നറിഞ്ഞപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്തതാണ് ലാലേട്ട ഇവര്. അപ്പൊ ലാലേട്ട ചോദിക്കുന്നു, അനീഷ എന്താ പറ്റി, വീട്ടിലേക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരണ്ടെന്ന് ഞാൻ പറയുന്നു, കാരണം ഞാൻ ഇവരൊരു കൈ അകലത്തിൽ മാറ്റി നിർത്തിയാണ്. നോമിനേഷൻ ഇല്ലെന്നറിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടി എൻ്റെ മുകളിൽ ചാടി കയറി. നോമിനേഷൻ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ തനിക്കുളം ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ആലോചിക്കണേ, അനീഷ് ഏത് കഥ ഈ പറയുന്നേ? നോമിനേഷൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ചാടി കയറി. ഇയാൾ ഉണ്ടാക്കി വെക്കുന്ന പുലിവാലിലാണ് ആൾക്കാർ ചാടി കയറുന്നത്. അപ്പോഴത്തേക്കും അപ്പാനി, എൻ്റെ പൊന്ന് സാറേ, ഇവർ വന്നത് മുതൽ ഈ 19 ആൾക്കാർക്കും പ്രശ്നമാണ് ഇയാളെ കൊണ്ട്. ലാലേട്ടൻ, പരാതി നല്ലതാണ്, നിങ്ങളെല്ലാവരും അകന്ന് നിന്നോ, അയാളുമായിട്ട് വിഷയമാണെങ്കിൽ നിങ്ങൾ അകന്ന് നിന്നോളൂ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ അപ്പാനി, ഭക്ഷണം കഴിച്ചാന്ന് ചോദിച്ചാൽ പോലും അയാൾ ഞാൻ ഭക്ഷണം കഴിച്ചാന്ന് ചോദിക്കാൻ നീ ആരടാ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ലാലേട്ടൻ പറയാണ്, എന്തിനയാളെടുത്തെങ്കിലാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ചോദിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്താ? അപ്പൊ അപ്പാനി, ഇനി ഞാൻ സംസാരിക്കില്ല സാറേ, എനിക്ക് മതിയായി. എനിക്ക് എപ്പോഴൊക്കെ ഞാൻ ആലോചിക്കണില്ല, ഈ അനീഷിനെ ആദില നൂറയുടെ ഇത്രയും വലിയ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടും ലാലേട്ടൻ ചോദിക്കുന്നത്, നിങ്ങൾ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് സോർട്ട് ഔട്ട് ആക്ക്. ഞാൻ അപ്പൊ ആലോചിക്കുക, അയ്യോ ഇതെന്തുവാ ഇത്, എന്തുവാ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അനീഷിനെ വീണ്ടും ഈ പരാതികളൊക്കെ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പാനി പറഞ്ഞതും അഭിശ്രീ പറഞ്ഞത് ഈ വീട്ടിലുള്ളവരെ നികൃഷ്ട ജീവികളെന്ന് വിളിച്ചതിന് ലാലേട്ട ഒന്നും പറയുന്നില്ല. അയാൾ പറഞ്ഞോട്ടെ, അയാൾ ചെയ്തോട്ടെ. അപ്പം ലാലേട്ട അയാളടുത്ത് ചോറ് കഴിച്ചെന്ന് ചോദിച്ചാൽ, എന്തിനാ നിങ്ങൾ ചോദിക്കുന്നേ, ചോദിക്കാതിരുന്നാ പോരെ, അങ്ങനെയുള്ള ആളടുത്ത് ചോദിക്കുവോ? എനിക്ക് സത്യമായിട്ട് ഇതാണ് തോന്നിയത്. അപ്പോൾ അടുത്ത് ബിന്നിയുടെ അടുത്ത് ചോദിക്കുന്നു. ബിന്നി പറയണം, ഇയാൾ പല കാർഡുകൾ, മലയാളം കാർഡ്, ഇംഗ്ലീഷ് കാർഡ്, ഹിന്ദി കാർഡ്, തമിഴ് കാർഡ്, തെലുങ്ക് കാർഡൊക്കെ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. മലയാളം സംസാരിക്കണമെന്ന് പറയും, കുറച്ച് കഴിഞ്ഞ് ഇയാൾ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പൊ ലാലേട്ടൻ, നിങ്ങളുടെ ഇഷ്ടത്തിന് പിന്നെ അയാൾ സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ശരിയാവും ബിന്നി? അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ പൊന്നെ, ഇത് എന്തുവാടേ ഈ പറയുന്നേ? മലയാളം ബിഗ് ബോസിൽ വന്ന് മലയാളം സംസാരിക്കാവൂ എന്ന് പറഞ്ഞ് വിരപ്പിക്കുന്ന ആളാണ് ലാലേട്ടൻ. ആ ലാലേട്ടൻ പറയുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിന് അയാൾ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ? ഒന്നുമില്ലെങ്കിൽ അനീഷിൻ്റെ അടുത്ത് ഒരു കാര്യം, ഈ വീക്കെൻഡ് എപ്പിസോഡ് മൊത്തം നമുക്ക് കളയാം, എല്ലാം മറക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു നിസ്സാര കാര്യമായി അനീഷിൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, അനീഷ ഈ ഒരു കാര്യം ആവർത്തിച്ച് 50 തവണ പറയുന്നത് എന്തിനാണ് എന്ന് ചോദിക്കായിരുന്നു. അതുപോലും ചോദിച്ചിട്ടില്ല. ശാരിക എന്നിട്ട് ലാലേട്ടൻ പറയണം, ഡോക്ടറെ പേഷ്യൻസ് വേണം കേട്ടോ, ക്ഷമ വേണം. അപ്പം ബിന്നി പറയണം, ഞാൻ അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്, എൻ്റെ മണ്ടയിലോട്ട് കയറാൻ വരുമ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ്, ഞാൻ അവൻ്റെ മണ്ട അടിച്ച് പൊളിക്കാൻ എന്നുള്ള ലെവലില്. അപ്പൊ ശാരിക, കുറേ നല്ല ഗുണങ്ങളിൽ അയാളിലുണ്ട്, അയാൾ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ശാരിക, അയാൾ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ പുള്ളി കാണിക്കുന്നത് ഒരു സ്ട്രാറ്റജി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു മനുഷ്യനാണ് അയാൾ പിന്നെ പ്രായം കാണിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ഉത്തരവാദിത്തത്തിൽ ഒട്ടും മോശമല്ല. മോശമാണ്. അപ്പൊ ലാലേട്ടൻ കുറെ നല്ല ഗുണമുണ്ടല്ലേ, അനീഷിന് എല്ലാവരും നല്ലത് പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നു മോൻ കൈ കൊട്ടുന്നു. അപ്പൊ അടുത്ത് ശൈത്യ, അയാൾ ഇവിടുത്തെ ഡിഗ്നിറ്റിയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അനുവിനെ, ഒരു ആക്ട്രസ് ആയിട്ടുള്ള അനുവിനെ നീ മേലെന്ന് താഴെ ഇറങ്ങി വാന്ന് പറയുന്നു. ഫുഡിന്റെ കേസ് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഫുഡിൽ വരെ കണ്ണീര് വീഴുന്ന രീതിക്ക് ഇയാൾ അപമാനിച്ചു. താഴെ ഇറങ്ങി വാ, ഭൂമിയിൽ നിൽക്ക്, അപ്പാനിയുടെ അഭിനയം മോശമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇല്ല, ലാലേട്ടൻ്റെ പറയണം. അപ്പൊ ശൈത്യ പറയുന്നു, പറഞ്ഞു അപ്പാനി ഓർമ്മയില്ലേ, പറയ് ഓർമ്മയില്ലേ നിനക്ക്? ഞാൻ പറയുകയും ചെയ്തു, പെട്ടും പോയി. അയ്യോ പറ അപ്പാനി, ഓർമ്മയില്ല നിനക്ക്? ഉണ്ട് ഓർമ്മയുണ്ട്, പറ അപ്പാനി. അപ്പൊ അപ്പാനി, എനിക്ക് ഓർമ്മയില്ല ലാലേട്ട, ഇങ്ങനെ പറഞ്ഞോ എന്തോ.
അപ്പോൾ ശൈത്യ അപ്പാനി പറ അങ്ങോട്ട്, ഓർമ്മ ഉണ്ട് 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 ഓർമ്മ ഉണ്ട്. അപ്പൊ അപ്പാനി പ്രാങ്കിൽ പറഞ്ഞു കേട്ടോ, പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ട് ചിരിക്കുന്നു, ശൈത്യ കിടന്നങ്ങ് കരയുവാ കിടന്ന് ആ ലെവലിലെ. അപ്പോഴത്തേക്കും അടുത്ത് അനു പറയാണ്, ലാലേട്ട ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നെപ്പോലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് എൻ്റെ അടുത്ത് ജയിലിൽ വെച്ചിട്ട് പറഞ്ഞു. അതിൻ്റെയൊക്കെ എന്തിനാണ് ലാലേട്ട എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പോൾ അനീഷ് പറയണേ, ലാലേട്ട ഇത് അതിനല്ല, ഇതോടെ ഒരു റൂൾ ബ്രേക്ക് ചെയ്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ട് പിന്നെ വരാത്തോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അനു, ഒരു ഇന്നറിൻ്റെ കേസിൽ പേര് പറയാത്തതുകൊണ്ട് എനിക്ക് നിലപാടില്ല, അങ്ങനെയാണെങ്കിലാണ് അതിൻ്റെ ദേഷ്യമാണ് ഇയാൾ എൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അനീഷ് എന്താ സംഭവം? അത് ജിസേലിൻ്റെ അടിവസ്ത്രം ഒക്കെ കാണിച്ച് പേര് ആരാണ് നീ പറയുന്നത്? അനു പറഞ്ഞില്ല, അനുവിന് നിലപാടില്ല. ഈ സാധനം അനീഷ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും ജിസേൽ പറയുന്നു, ഞാൻ ചോദിച്ചു, അത് ഇവരോട് പറയണമെന്ന് ഞാൻ ചോദിച്ചു, അപ്പോൾ അത് പറയുന്ന രീതി ശരിയല്ല, അപ്പോൾ അത് മാറ്റണം, അത് ഓക്കെ, നമ്മൾ തമ്മിൽ സോർട്ട് ഔട്ട് ആയില്ല ലേറ്റാ. അപ്പോഴത്തേക്കും അനീഷ് വീണ്ടും പറയണേ, അനുമോൾക്കെതിരെ എനിക്കൊരു പരാതിയുണ്ട്. ഇന്നർ കേസിൽ സ്പോട്ടിൽ അനുമോൾ പ്രതികരിക്കേണ്ടതായിരുന്നു. 100 തവണ അനുമോളോട് ചോദിച്ചിട്ടും അനുമോൾ പറഞ്ഞില്ല. എൻ്റെ ഫ്രണ്ട്സ് ആണ് അവരെന്നാണ് അനുമോൾ പറഞ്ഞത്. അനീഷ് പറയുന്നത് ഈ സാധനം എനിക്ക് യോജിച്ചേ പറ്റുള്ളൂ, അനുമോൾ പ്രതികരിക്കണമായിരുന്നു. ആരായാലും ഇത് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ബിഗ് ബോസ് വീട്ടിലേക്കാണ് പോയത്, ഉറപ്പായിട്ടും നമ്മൾ അടി ഉണ്ടാക്കാനാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണമായിരുന്നു. അടുത്ത് ആര്യനെയും സേഫ് ആക്കുന്നു, ഷാരികയും സേഫ് ആക്കുന്നു. അടുത്ത് അനീഷും അനുവും കൂടി ലാലേട്ടൻ ബ്രേക്ക് എടുത്ത് പോകുമ്പോഴത്തേക്കും അനീഷ് പറയണം, ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ ഇനിയും പറയും, ഞാൻ പേരെടുത്ത് ഇനിയും പറയും, ഇനിയും നിന്റെ പേര്, നിനക്ക് നിലപാടില്ലാതെ ഞാൻ ഇനിയും പറയും. അപ്പം അനു പറയണേ, പ്രേക്ഷകർക്ക് അറിയാം എന്താണ് സംഭവം എന്ന് കേട്ടോ. അപ്പോൾ നീ പറ ആരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറയൂല. ഈ ക്യാപ്റ്റൻ പറഞ്ഞു എന്നോട് പറയണമായിരുന്നു. അനീഷ് പറയുന്നു, അപ്പം സ്വന്തം നിലപാട് പറഞ്ഞേ പറ്റൂ അനുമോളെ, ആകാശത്ത് നിന്ന് നീ ഭൂമിയിൽ വാ, എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് ഈ പേര് പറയില്ല? ഞാൻ പറയൂല. 19 പേർക്കും അറിയാം, നിങ്ങളടുത്ത് മാത്രം ഞാനത് പറയൂല. വീണ്ടും വഴക്ക് ഓരോ തുടങ്ങുമ്പോൾ അഭിശ്രീ, എടാ എല്ലാവർക്കും അറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. കേട്ടടാ നീ ഇവിടെ ക്യാപ്റ്റൻ, നീ എന്തോ ഉണ്ടാക്കി, നീ കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ കേട്ടോ, നീ ഡയലോഗ് അടിക്കുക, നീ എന്ത് ചെയ്യൂടാ? അപ്പം അനീഷ്, നീ എന്ത് ചെയ്യൂടാ? ഡയലോഗ് അടിച്ചാൽ നീ എന്ത് ചെയ്യും? അനീഷ്, ഡയലോഗ് അടിച്ചാൽ നീ എന്ത് ചെയ്യും? ഡയലോഗ് അടിച്ചാൽ നീ എന്ത് ചെയ്യും? ഡയലോഗ് അടിച്ചാൽ നീ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു 50 തവണ റെപ്പിറ്റീഷൻ എനിക്ക് തല ഇറങ്ങുന്നു. 50 തവണ അനീഷ്. അപ്പം ഞാൻ എൻ്റെ ദൈവമേ, ഇതൊന്നും ലാലേട്ടൻ വാൺ ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ഈ 50 ഡയലോഗ് നമുക്ക് 50 എണ്ണമായിട്ട് കേൾക്കാമായിരുന്നു എന്ന് വിചാരിച്ചു പോയി. ഭയങ്കര വഴക്കാവുന്നു. അപ്പം ലാലേട്ടൻ തിരിച്ചു വന്നിട്ട്, കഴിഞ്ഞോ അഭിശ്രീ, വഴക്കൊക്കെ കഴിഞ്ഞല്ലോ, എൻ്റെ അനീഷ് മോൻ അവിടെ ഉണ്ടല്ലോ, മോനെ അവിടെ ഇരിക്കേ. അപ്പം ഞാൻ ഇതെന്തൊന്നും പറയാത്തത്, ആ വൈബിലിരിക്കുക. ഓക്കെ, അത് കഴിയുന്നു. എന്നിട്ട് ലാലേട്ടൻ അടുത്ത് ഒനിയലിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എന്താണ് ഒനിയലും ബിന്നിയുമായിട്ടുള്ള പരാതി? ഒനിയൽ ബിന്നിക്കെതിരെയാണ്. ബിന്നി ഒരു ഹിപ്പോക്രസി ഇവിടെ പടച്ചു വിടുന്നുണ്ട്. 2 രീതിയിലാണ് ഇവിടെ. ചിലർക്ക് മാത്രം ബിന്നി കുറച്ച് ഓവറായിട്ടുള്ള സാധനങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ചിലർ ചെയ്യുന്നില്ല. സ്വന്തം അധികാരത്തിൽ ഈ പറയുന്ന കിച്ചണിരിക്കും പോലെയാണ് ബിന്നിയുടെ സംസാരം എന്നുള്ള ടോക്കാണ് ഈ പറയുന്ന ഒനിയൽ. അപ്പോൾ ലാലേട്ടൻ, ആ വിഷമാണെന്നൊക്കെ പറഞ്ഞല്ലോ ഒനിയിലെ, അത് ശരിയാണോ? ലാലേട്ടൻ, ഞാൻ പറഞ്ഞു അക്ബറും ശരത്തും കൂടി ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടോ? ആ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ആ കേസിലാണ് ഞാൻ പറഞ്ഞത്. അക്ബർ ഫുഡ് എടുക്കാൻ വേണ്ടി പോകാൻ സമയത്ത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ ബർഗർ എടുക്കാൻ പോയപ്പോൾ ഇവള് വേണ്ട എന്ന് പറഞ്ഞ് ബിന്നി ഉടക്കി. ജിസേലിന് എന്നിട്ടുള്ള പൊട്ടറ്റോയും മാറ്റി കൊടുക്കുന്നുണ്ട് ഇവളുടെ ഇഷ്ടത്തിന്. അപ്പോൾ ബിന്നി, ലാലേട്ട അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്, ബർഗർ ഇവിടെ വേണം എന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് എടുക്കാം. പിന്നെ പൊട്ടറ്റോയുടെ കേസ് എന്തുണ്ടെങ്കിൽ കിച്ചണിലുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ബാക്കി സാധനം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, ഉള്ളതാണെങ്കിൽ ഞാൻ കൊടുക്കും. പിന്നെ അന്നേരം ഞാൻ അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒന്നും പറയാൻ സമ്മതിക്കാതെ നീ എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ എന്നെ അടിച്ചിരുത്തി. പക്ഷെ എൻ്റെ അടുത്തിരുന്നവരടുത്തൊക്കെ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഞാൻ ബിന്നിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം പറഞ്ഞുതരാം, ബിന്നി ആ സമയത്ത് അത് നോൺ വെജ് എടുക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊങ്ങിയപ്പോൾ തന്നെ കൂട്ടം ചേർന്ന് പറഞ്ഞപ്പോൾ ബിന്നിക്ക് ഒരു കാര്യം പറയാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് പറയണം, നീ ഒന്ന് പറയണം, നമ്മുടെ വെജിറ്റേറിയൻ കഴിക്കണം, ജീവിക്കാൻ അങ്ങനെ. ബിന്നി അവിടെ അടിച്ചൊതുക്കി എല്ലാവരും ഇരുത്തി. പക്ഷെ ബിന്നി അവിടെ അപ്പുറമൊക്കെ ഇരിക്കുന്ന ആളടുത്ത് മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അടുത്ത് ലാലേട്ടൻ, അനു അക്ബറെ എന്താണ് ശരിയല്ലാത്തത്? എന്തോ ശരിയല്ലെന്ന് അനുമോള് പറഞ്ഞല്ലോ, അക്ബറിന് നോട്ടം ശരിയല്ല. അപ്പം അക്ബർ,
ദൈവമേ, എന്റെ പെണ്ണുപിള്ളയൊക്കെ വീട്ടിലുള്ളതാണ്, ഇവളെന്തൊക്കെ വിളിച്ചു പറയുന്ന ആ മൈൻഡ്. അപ്പോഴത്തേക്കും അനുമോള് നോട്ടത്തിലൊന്നും പ്രശ്നമല്ല, പുള്ളി എന്നെ നോക്കുന്ന നോട്ടം ശരിയല്ല കേട്ടോ. അപ്പൊ ലാലേട്ടൻ ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അക്ബറും അപ്പാനിയും കൂടി എന്നെ നോക്കുന്ന നോട്ടം ശരിയല്ല, എന്നെ ദേഷ്യത്തോടെ നോക്കുന്നു എന്നാണ് ലാലേട്ടൻ ഞാൻ ഉദ്ദേശിച്ചത്, വേറെ ഒന്നും അല്ലാട്ടോ, ഒരു മോശം രീതിയിൽ നോക്കിയിട്ടില്ല. അപ്പൊ ലാലേട്ടൻ എന്താണ് മോശം രീതി? അത് വായി നോട്ടാവാം, അതൊന്നും അല്ല കേട്ടോ, ദേഷ്യത്തിൽ മാത്രം നോക്കി. അപ്പൊ അക്ബർ ഇപ്പൊ ഇനിയെങ്കിലും അങ്ങനെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അനു. അപ്പൊ അക്ബർ ലാലേട്ടാ പറഞ്ഞു തന്നാലും ഞാൻ നോക്കിയാലും അവർ ഏത് കണ്ണിലാണത് കാണുന്നതെന്ന് അവർക്കല്ലേ അറിയാവൂ എന്ന് പറയണം. അപ്പൊ അടുത്ത് ജിസേലെ എന്താണ് ടാസ്കിലെ പ്രശ്നങ്ങള്? ലാലേട്ട ടാസ്കില് ഈ ഷാനവാസ് ഒടുങ്ങി. ഷാനവാസിനെ ഞാൻ ഫുള്ള് കാവലിരുന്നു മോർണിംഗ് വരേക്കും. പക്ഷേ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി, ലാലേട്ട പൊട്ടി. ഷാനവാസ് ഒടുങ്ങിയപ്പോൾ മോർണിംഗ് പറഞ്ഞു ഒടുങ്ങിയില്ല, മൊത്തം ഗെയിം ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചങ്ക് പൊട്ടിപ്പോയി ലാലേട്ട. അപ്പോൾ ഷാനവാസ് പറഞ്ഞു ലാലേട്ട ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ ഓക്കെ ശരി തന്നെ, ഞാൻ ഇങ്ങനെ ഉറങ്ങാതിരുന്നു. രണ്ടാമത്തെ ദിവസം ഈ അക്ബർ അപ്പാനികളെ വിളിച്ച് ഇവരെല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്തപ്പം ഇവരെന്നെ ചതിക്കോ ഇല്ലെന്ന് പേടിച്ച് ഞാൻ ഉറങ്ങാതിരുന്നു. ഇതാണ് ഷാനവാസിന്റെ പോയിന്റ്. ശരി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ശരി എന്ന് പറയും, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയും. ഇത് എന്തുകൊണ്ട് ഈ ഷാനവാസ് 3 ദിവസം മുന്നേ പറഞ്ഞില്ല? കറക്റ്റ് കാര്യം ഇതാ. ഇയാൾ അപ്പന ബൊത്തക്കാന്ന് പറഞ്ഞ് തത്തി കളിക്കുന്നതുകൊണ്ടാണ് ഈ വിഷയം. ഷാനവാസ് പറഞ്ഞ ഈ സാധനമാണ് കറക്റ്റ്. ഫസ്റ്റ് ഡേ ഷാനവാസ് ഉറങ്ങിയോ ഇല്ലയോ വാട്ടവർ, അത് വിട്ടേക്കാം. സെക്കൻഡ് ഡേ ഷാനവാസ് ഉറങ്ങാതെ ഇരുന്നു എന്ന് പറയുന്നതിന് കാരണം ഉറങ്ങിയോ ഇല്ലയോ, പക്ഷെ കാരണം കറക്റ്റാണ്. അക്ബറും അപ്പാനിയും കൂടെ വീട്ടിലുള്ള എല്ലാവരെയും ഈ പറഞ്ഞ മാനിപ്പുലേറ്റ് ചെയ്തപ്പം ഈ കൂടെയുള്ള ശൈത്യയെയും പിന്നെ ജിസേലിനെയും ബിൻസിയെ മാനിപ്പുലേറ്റ് ചെയ്ത് എന്നെ പുറത്താക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അവരെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത അവസ്ഥ? അത് കറക്റ്റ് പോയിന്റ് ഷാനവാസ്. ഇങ്ങനെ പറ, നിങ്ങൾ കയറിപ്പോവും. നിങ്ങൾ ഫാൻസ് ഉള്ള ആളല്ലേ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കയറിപ്പോവും. അപ്പൊ ജിസേൽ എന്നാലും ലാലേട്ടൻ ചങ്ക് പൊട്ടിപ്പോയി. അപ്പം ഷാനവാസ് പൊട്ടി, അപ്പൊ ലാലേട്ടൻ പൊട്ടി. അപ്പം ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല, ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ അനീഷ് എൻ്റെ എല്ലാ ഡ്യൂട്ടിയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ലാലേട്ടൻ ഷാനവാസ് കൺഗ്രാറ്റ്സ്. ആരടുത്തും ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചോദിക്കുന്നില്ല. അപ്പൊ ഷാനവാസ് പറയാണ് പഴയ ക്യാപ്റ്റനെ പോലെ ഞാൻ ഫോളോ ചെയ്യില്ല. അപ്പൊ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ട് പഴയ ക്യാപ്റ്റൻ്റെ എന്താ അത്രയും വലിയൊരു ക്യാപ്റ്റൻസി എന്ന് വരുക, അപ്പൊ സൂക്ഷിക്കണം. അടുത്ത് രേണുവിനെ ചോദിക്കുന്നു, രേണു സേഫ് ആവുമോ നിങ്ങൾ? അപ്പം എനിക്കറിയില്ല ലാലേട്ട, പ്രേക്ഷകർ തീരുമാനിക്കുന്നത് ഒക്കെയാണ്. സേഫ് ആണ് കേട്ടോ. ഇനി നെവിനും ജിസയിലും മാത്രം ബാക്കിയുള്ളൂ. ജയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത് നന്നായിരുന്നു, ജയിലൊക്കെ നന്നായിരുന്നു. അനുമോളും അപ്പാനും പറയണേ ജയിലിൽ ലിബാം ഇട്ട് തന്നതാരാ? പിന്നെ ഞാൻ ഇട്ട് കൊടുത്തതാ. എനിക്ക് പെട്ടെന്ന് എൻ്റെ പ്രൊഫഷണലിസം കയറി എങ്ങോട്ട് വന്നു. എങ്കിൽ ലിപ്സ്റ്റിക്ക് കൊണ്ട് സ്റ്റോർ റൂമിൽ വെക്കും കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ മതി. ജോലി കൃത്യമായിട്ട് ചെയ്തോ ജയിലിൽ തന്നത്? അത് ലാലേട്ട ആദ്യം നമ്മൾ ചെയ്തു, പിന്നീട് അനീഷ് വന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ എടുത്തിട്ട് കുറേ ടോർച്ചറും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അനീഷ് ഇവര് സ്ലോയിലാണ് ആദ്യമേ ചെയ്തു വന്നത്. മഴ നടക്കുന്ന സമയത്ത് പ്രകൃതി നമുക്കെതിരായി നിന്ന സാഹചര്യത്തിൽ ഞാൻ ഇവരോട് വേഗം ചെയ്യാൻ പറഞ്ഞു. ഇവരത് ശ്രദ്ധിക്കാതെ പിന്നീട് ഇവരെ പുറത്ത് ബാത്റൂമിൽ വിട്ടപ്പോൾ മണിക്കൂറുകളോളം ഇവരവിടെ എന്നെ ചുറ്റിച്ചു. ജയിൽ ചാടി അടുക്കളയിൽ ഒളിച്ചിരുന്നു. അപ്പൊ ലാലേട്ട എന്താ ഇത്? അത് നമ്മൾ കളിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ, ഒളിച്ച് കളിച്ചതാണ് ലാലേട്ട എന്നാണ് പറയുന്നു. അപ്പൊ അപ്പാനി പറയാം അപ്പൊ ഒളിച്ച് കളിക്കുക എന്താണ് നിങ്ങൾ പറയുന്നത്? അപ്പൊ അപ്പാനി ഞാൻ അലക്കി ഒളിപ്പിച്ചോണ്ടേ അല്ല ലാലേട്ട നമ്മൾ അനീഷിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ലാലേട്ടൻ ചോദിക്കുന്നത് എന്താ രണ്ടുപേരെ രണ്ടഭിപ്രായം പറയുന്നത്? അതെ, പക്ഷെ രണ്ടുപേരും രണ്ടഭിപ്രായമാണ് അന്നേരം പറയുന്നത്. അപ്പോഴത്തേക്കും അനുവിന് ഫുഡ് എന്താ അപ്പൊ ഇങ്ങനെ ഈ കേസ് ലാലേട്ടൻ ചോദിക്കുമ്പോഴത്തേക്കും അതങ്ങനെ പറഞ്ഞു തീർക്കുവാണ്. അതിനുശേഷമാണ് ഡോക്ടറിന്റെ കേസ് എന്താണ് എന്നിങ്ങനെ പറയുന്നത്. അപ്പോഴത്തേക്കും അനു പറയണം ലാലേട്ട അന്ന് നടന്ന ഇഷ്യൂ ഇതാണ്. ശരത്തേട്ടൻ ഗുളിക ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഗുളിക കഴിക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഷാനവാസ് പറയണം ലാലേട്ട ഇത് തമാശയിൽ തുടങ്ങി അവസാനം ഇത് കാര്യമാക്കി മാറ്റിയത് ഈ പറയുന്ന അക്ബറാണ്. അവിടെ വിഷയങ്ങളാക്കി മാറ്റി ഗ്രൂപ്പിസവും മാനിപ്പുലേഷനും ആക്കി മാറ്റിയാണ് വിഷയമായത്. അപ്പൊ അക്ബർ പറയണേ ഷാനവാസാണ് അവിടെ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നമുക്ക് പൊളിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി മാനിപ്പുലേറ്റ് ചെയ്ത് അവസാനം മറുകണ്ഠം ചാടിയത് ഷാനവാസാണ്. അനുമോൾ കരഞ്ഞപ്പം അത് അക്ബറിന് ഇരിക്കട്ടെ ഒരു കുതിര പവർ. അക്ബർ പറഞ്ഞ ആ സാധനം കറക്റ്റാണ്. ഷാനവാസാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഇവരെ വിളിച്ചോണ്ട് പോയതും അനു കരയുന്നുണ്ടപ്പം കണ്ടോ ഇവൾ കരയില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ കരഞ്ഞു എന്ന് പറഞ്ഞ് വിഷയം മാറ്റി മറുകണ്ഠം ചാടി. ദെൻ അടുത്ത എവിക്ഷനിൽ നിങ്ങൾ ഇവിടെ 2 പേര് നിൽക്കണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? അപ്പം അവൻ പറയാൻ ഇനിയും ടൈം നിന്നാലേ എന്നെ അറിയാൻ പറ്റുള്ളൂ, 3 വീക്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് കുറഞ്ഞ് നിന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. ജിസേൽ പറയാണ്
എനിക്ക് നാട്ടിലെ അക്സെപ്റ്റൻസ് വേണം, എന്നെ കുറച്ചുകൂടി അറിയാനായിട്ട് ടൈം വേണം. പിന്നെ പച്ച മലയാളിയായിട്ട് ഞാൻ വരും, ഇവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് മലയാളികൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുമ്പോൾ രണ്ടുപേരും സേവ് ആക്കുന്നു. അതിനുശേഷമാണ് രഞ്ജിത്ത് സ്റ്റേജിൽ വരുന്നത്. രഞ്ജിത്ത് പറയുന്നത് കളി തുടങ്ങും മുമ്പ് ഞാൻ ഔട്ടായി പോകുന്നെന്ന് കരുതിയില്ല, പക്ഷേ ഇതൊരു എക്സ്പീരിയൻസസ് ആണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞ് രഞ്ജിത്തിൻ്റെ ജേണി കാണിക്കുന്നു. വളരെ കുഞ്ഞു ജേണിയാണ് കേട്ടോ. അതിനുശേഷം ലാലേട്ടൻ വീണ്ടും വരുന്നു, പരാതിപ്പെട്ടി റന നിനക്കൊരു പരാതി ഉണ്ടല്ലോ രഞ്ജിത്തിൻ്റെ ചോദിച്ചോ. രഞ്ജിത്ത് അവിടെ നിൽക്കുന്നുണ്ട്, പറഞ്ഞിട്ട് പോട്ടെ. അപ്പോൾ രഞ്ജിത്ത് അപ്പം റന പറയാണ് അത് ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാൽ രഞ്ജിത്ത് ഏട്ടൻ മാറിയിരിക്കും. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ വന്നപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ നീയായിട്ട് തോന്നി, അപ്പോൾ ഒരു വാത്സല്യം കാണിച്ചു, അപ്പോൾ നീ പറഞ്ഞത് എനിക്ക് പിന്നീട് ഇഷ്ടപ്പെട്ടില്ല ആ സംസാരം, അതുകൊണ്ട് ഒരു സംഘർഷം വരാതിരിക്കാൻ വേണ്ടി ഞാൻ മാറിയിരുന്നതാണ്. അപ്പോൾ ലാലേട്ടൻ പറയാണ് പിന്നെ മുൻഷി രഞ്ജിത്ത് ഒരു പരാതി തന്നിട്ടുണ്ട്, അതെന്താണ് നിങ്ങൾക്ക് അറിയണോ, ലാൽ സാറിനോട് അവതരിപ്പിക്കാൻ എനിക്ക് പരാതി ഒന്നും തന്നെ ഇല്ല, മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞാണ് തന്നതെന്ന് പറയുന്നു. അതിനുശേഷം മുൻഷി രഞ്ജിത്തിന് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്, അത് കേൾക്കുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ഒരു ഫീൽ ആവുന്നു. എന്നിട്ട് ലാലേട്ടൻ പറയുന്നത് നിങ്ങൾക്ക് ഡ്രസ്സുകളൊക്കെ വരുന്നുണ്ട്, ഈ ഡ്രസ്സ് കൊടുക്കണം, വേറൊരു ഡ്രസ്സ് ഇപ്പം വരും, പിന്നെ ഇത്രയും പറഞ്ഞിട്ട് ബബായി പറഞ്ഞിട്ട് പോവാണ് ലാലേട്ടൻ. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് പ്രേക്ഷകരോടായിട്ട് ഒരു മിഡ് വീക്ക് എവിക്ഷൻ സംഭവിക്കാൻ പോവുകയാണെന്ന്. മിഡ് വീക്ക് എവിക്ഷൻ ഒരു ടാസ്കിലൂടെയോ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന എന്തെങ്കിലും സംഭവങ്ങളിലൂടെ ആയിരിക്കാം ലാലേട്ടൻ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത് അനീഷ് ആദില നൂറ ഇവർ സംസാരിക്കുന്നു എപ്പിസോഡിന് ശേഷം. ആദില നൂറ ഇനി സംസാരിക്കുക, നേരത്തെ നിങ്ങൾ സംസാരിച്ച പോലെ അല്ല, മര്യാദയ്ക്ക് സംസാരിക്കണം, വീണ്ടും നമ്മൾ കളിയാക്കാനായിട്ട് വരരുത്, ഫീലിങ്സ് വെച്ച് കളിക്കരുതെന്ന് നൂറ പറയുന്നു. സമാധാനമായിട്ട്. അപ്പോൾ ആദില പറഞ്ഞത് ചേട്ടൻ നേരത്തെ ചോദിച്ചതല്ല, അന്ന് അഭിപ്രായം ചോദിച്ചതല്ല, നിങ്ങൾ വാദിച്ചതാണ്. അപ്പോൾ അനീഷ് പറഞ്ഞു ഇങ്ങനെ അല്ല, എന്നെ തകർക്കാനുള്ള ഗെയിമുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നൂറ എന്ത് ഡ്രാമയാണ് നിങ്ങൾ കാണിച്ചത്, എന്ത് ഡ്രാമയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദില പറഞ്ഞു ഞാൻ കരയും, ഞാൻ ഓരോ കാര്യത്തിനും ഞാൻ കരയും. ചേട്ടൻ ഹോമോഫോബിക് ആണോ? ഹോമോഫോബിക് എന്ന് വെച്ചാൽ അതായത് നമ്മൾ പെണ്ണും തമ്മിലുള്ള ഇഷ്ടം അത് താങ്കൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അത് നിങ്ങളുടെ ഫീലിങ്സ് അല്ലേ, പക്ഷേ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്ന എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യാം, അതിന് ഞാൻ യാതൊരുവിധ തടസ്സവുമില്ല. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കില്ല, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുമെന്നൊക്കെ അനീഷ് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീക്കെൻഡിലുള്ളത്. ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ലൈവിൽ ഇവർക്ക് മറ്റേ ഡ്രസ്സ് നമ്മുടെ പ്രൊമോയിൽ ഇന്ന് നമ്മൾ പ്രൊമോയിൽ കണ്ട ഡ്രസ്സ് ഇവർക്ക് ഇടാൻ കൊടുത്തിരിക്കുകയാണ്. ആ ഡ്രസ്സിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇവിടെ എനിക്കുള്ളതെല്ലാം ബിഗ് ബോസ് തന്നതാണ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അവർ ദേഹത്ത് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ അനീഷിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ചും അനീഷ് റെപ്യൂട്ടേഷനായിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനവും ഈ വീട്ടുകാർ ക്യാപ്റ്റനായിട്ട് പറഞ്ഞിട്ട് കേൾക്കാത്ത കാര്യമൊന്നും തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ മെയിൻ സാധനം എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം ഇവർക്ക് കണ്ടന്റ് ഇല്ല. അനീഷ് മാത്രമാണ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും കണ്ടന്റ്. അനീഷിനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഇതൊന്നും ആവർത്തിക്കത്തില്ല. അനീഷ് ഇത് ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊന്നും പറയാത്തത്, മനസ്സിലായോ? അല്ലാതെ അനീഷിൻ്റെ അടുത്ത് ഫേവറേറ്റിസം കാണിച്ചതോ സാധനങ്ങളോ ഒന്നുമല്ല. അനീഷിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പിസോഡ് തുടക്കത്തിൽ പറഞ്ഞ ഫേവറേറ്റിസം കാണിച്ചു, ലാലേട്ടൻ അനീഷിൻ്റെ കൂടെ നിന്നാണ്, പക്ഷേ അങ്ങനെ കൂടെ നിന്നില്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാവില്ല. ഇവർക്ക് അനീഷിനെ അടിച്ചൊതുക്കി കഴിഞ്ഞാൽ നാളെ നേരം വിളക്കും അനീഷ് ഒന്നും മിണ്ടൂല. ആർക്ക് നഷ്ടം? ബിഗ് ബോസിന് നഷ്ടം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ബാക്കി ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീഡിയോ വരാൻ വിശേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവരേക്കും ബൈ.